ഇന്നത്തെ വീഡിയോ വീട്ടിൽ മഞ്ഞൾ കഴുകി പുഴുങ്ങി ഉണക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം നമ്മൾ മഞ്ഞൾ നന്നായിട്ട് കഴുകിയെടുക്കണം. മഞ്ഞളിനകത്ത് കുറേ മണ്ണും അതും ഇതുമൊക്കെ കാണും. അപ്പോൾ ആ അഴുക്കെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞ് എടുക്കണം. മഞ്ഞൾ 3 ട്രിപ്പ് വെള്ളത്തിലെങ്ങാണ്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ശരിക്കും ഞാൻ വേനൽക്കാലത്ത് എടുത്തു വെച്ചാണ്, നല്ല ചൂടുള്ള സമയത്ത് എടുത്തു വെച്ചായിരുന്നു കേട്ടോ. പക്ഷേ മടി കാരണമാണ് ഇത്രയും വൈകിയത്, ഈ മഴക്കാലത്ത് ഇടേണ്ടി വന്നത്. അപ്പോൾ മഞ്ഞൾ നമ്മൾ കഴുകിയിട്ട് നമ്മൾ പുഴുങ്ങാൻ ഉദ്ദേശിക്കുന്ന കലത്തിലോട്ട് ഇടുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെമ്പ് കലമാണ്, വർഷങ്ങളായിട്ട് മഞ്ഞൾ പുഴുങ്ങുന്ന കലമാണ് ഈ ഒരു ചെമ്പ് കലം. അപ്പോൾ അത്രയും വർഷം പാരമ്പര്യമുണ്ട്. അതിനകത്ത് നമ്മൾ മഞ്ഞളിട്ടിട്ട് അതിനകത്ത് നിറയല്ല, ആ ഒരു മഞ്ഞളിൻ്റെ ലെവൽ അനുസരിച്ച് വെള്ളം ഒഴിക്കുക. അങ്ങനെ നമ്മൾ കലത്തിൽ മഞ്ഞളിട്ടിട്ട് നമ്മൾ തീയൊക്കെ കത്തിച്ച് അടപ്പേ വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത് പുഴുങ്ങി വരാനായിട്ട് ഏകദേശം ഒരു 45 മിനിറ്റോളം എടുക്കും. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇതിന് തീ കൊടുക്കുക. ഇതൊക്കെ കാണുമ്പോഴും എവിടെയോ ഒരു ബാല്യകാലത്തിലേക്കൊക്കെ പോകുന്ന ഒരു പ്രതീതിയാണ്. നമ്മൾ പുറത്തെ അടുപ്പിലാണിത് ചെയ്തത് കേട്ടോ, പുഴുങ്ങിയെടുത്തത്. എല്ലാം ഒരു പഴയ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുത്തത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ഞൾ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കറക്റ്റ് ഇതിൻ്റെ ഒരു പരുവം, ഒരു പുഴുങ്ങിയെടുക്കുന്നതിൻ്റെ പരുവം എന്ന് വെച്ചാൽ ഈ മഞ്ഞളൊന്ന് എടുത്ത് ഒടിച്ച് നോക്കുമ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നാര് പോലെ വരും കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ആ സംഭവം കാണിക്കാനായിട്ട്. അതാണ് കറക്റ്റ് പരുവം. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി വേവാവാനും പാടില്ല, ഒട്ടും ആകാതിരിക്കാനും പാടില്ല. അപ്പോൾ നമ്മൾ മഞ്ഞളെടുത്ത് ഇങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ ഉള്ളിൽ നിന്ന് കുറേ നാരിങ്ങനെ വലിഞ്ഞു വരുന്നത് പോലെ ഇരിക്കും. അതാണ് കറക്റ്റ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മഞ്ഞൾ പുഴുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കൊട്ടയിലോട്ട് മാറ്റുകയാണ്. അത് കോരി ഒരു കൊട്ടയിലോട്ട് ഇടുകയാണ്. അപ്പം അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് കൊട്ടയിൽ നമ്മൾ ഒരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു കലം മഞ്ഞൾ മാത്രമല്ല, അതിനുശേഷം പിന്നെ ഒരു കലം മഞ്ഞൾ പുഴുങ്ങാനുണ്ടായിരുന്നു, അതും പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൊട്ടയിലോട്ട് മാറ്റിയിട്ട് പുഴുങ്ങി കഴിഞ്ഞിട്ട് കൊട്ടയിലോട്ട് മാറ്റിയിട്ട് ഇതിനകത്ത് തന്നെ ആ കൊട്ടയ്ക്കകത്ത് ഒരു ദിവസം രാത്രി മുഴുവനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളവും അതും ഇതെല്ലാം വാർന്നു പോവുകയും അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരികയും ചെയ്യുമായിരുന്നു. അതിനുശേഷം നമ്മളിത് ടെറസിൽ കൊണ്ടുപോയിട്ട് ഇത് ഉണക്കാനായിട്ടിട്ടു. ഏകദേശം ഈ ഒരു മഞ്ഞൾ ഉണങ്ങാനായിട്ട് ഒരു 20-25 ദിവസം വേണം, 15-20 ദിവസമൊക്കെ വേണം നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ. നന്നായിട്ട് ഉണങ്ങണം. ഇത് ഉണക്കുന്ന സമയത്ത് നമുക്ക് വലുതായിട്ട് കിടക്കുന്ന മഞ്ഞൾ കഷ്ണങ്ങളൊക്കെ നമുക്ക് മുറിച്ചിടാം. കാരണം നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് ഇത് വലുതായിട്ട് മുറിച്ചിടത്തില്ല, കാരണം ഇതിനകത്തുള്ള കുർക്കുമീനൊക്കെ അപ്പം നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ വലിയ പീസൊക്കെ കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. പിന്നെ നമ്മൾ ഈ മിക്സിയിലൊക്കെ പൊടിക്കുകയാണെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് വളരെ വട്ടത്തിൽ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ മില്ലിൽ കൊണ്ടുപോയി പൊടിക്കാനാണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ പൊടിക്കുകയാണ്, ഇങ്ങനെ തന്നെ ഉണക്കുകയാണ് ചെയ്യുന്നത്. നല്ല വെയിലുണ്ടെങ്കിൽ ഒരു 15-20 ദിവസത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.